നമസ്കാരം. രസകരമായ ഒരു വിഷയമാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ആലോചിച്ച് തുടങ്ങിയതും അങ്ങനെ തന്നെ. എഴുതി വന്നപ്പോൾ അവർ ഈ ചിത്രത്തിലേ ഇല്ല. അങ്ങനെയായി. ഞാൻ ഇതിൻ്റെ അവസാനം പറയാം അതിൻ്റെ കാര്യം. ഒരു ഓടാത്ത പടം മാത്രമേ ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയ MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഹരികുമാർ സാർ ചെയ്ത സുഹൃതമടക്കം പുറപ്പാടടക്കം 36 പടത്തോളം ഞാൻ വർക്ക് ചെയ്തു, അസോസിയേറ്റായിട്ടും അസിസ്റ്റൻ്റായിട്ടും. ഒരു പടം ചെയ്തു, അത് ഓടിയതുമില്ല. പക്ഷേ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഇനി ആരൊക്കെ എന്നെ തെറി വിളിച്ചാലും ഞാൻ സംതൃപ്തനാണ്. ഏതായാലും നനച്ചിരിക്കാത്ത ഭാഗ്യങ്ങൾ ഈ സിനിമാ പ്രവർത്തനത്തിനിടയിൽ 39 വർഷത്തിനിടയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി പ്രവർത്തിച്ച ഊഴത്തിലും ഞാൻ അവസാനമായി പ്രവർത്തിച്ച അമ്മയ്ക്കൊരു താരാട്ടിലും മധുസാറുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മധുസാറുണ്ടായിരുന്നു. മഹാനായ MT വാസുദേവൻ നായർ സാർ, ഷീനിച്ചേട്ടൻ, ജോൺ പോൾ, കലു ഡെന്നിസ്, രഘുനാഥ് പലേരി തുടങ്ങിയ വമ്പന്മാരുടെ തിരക്കഥയുമായി എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. പാവത്താനായ MK അർജുനൻ മാഷ് അടക്കം M ജയചന്ദ്രൻ വരെ സംഗീത സംവിധായകരുമായും നിരവധി പേരോട്, അത് ഔസേപ്പച്ചനടക്കം ഒരുപാട് പേരോട്, SV വെങ്കടേഷ് അടക്കം ഒരുപാട്, MG രാധാകൃഷ്ണൻ അടക്കം ഒരുപാട് പേരോട് എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. ONV കുറുപ്പ് സാർ മുതൽ വയലാർ ശരചന്ദ്ര വർമ്മ വരെയുള്ള ഗാനരചയിതാക്കളോടൊപ്പവും നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ മുതൽ സുജാത വരെയുള്ള ഗായകരുമായും ഞാൻ വർക്ക് ചെയ്ത സിനിമകളുടെ പേരിൽ എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്ന വിപിൻ ദാസ് മുതൽ സഞ്ജീവ് ശങ്കർ വരെയുള്ള ഛായാഗ്രാഹകന്മാരുമായും ഞാൻ സഹകരിച്ചിട്ടുണ്ട്. വസ്ത്രാലങ്കാര രംഗത്ത് ഒരു കാലത്തെ 1-ാം നമ്പറായിരുന്നല്ലോ നമ്മളെ ഇന്ദ്രൻസ് മുതൽ നിസാർ ഖാൻ വരെ നിരവധി വസ്ത്രാലങ്കാരകന്മാരോടൊപ്പം ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ചെമ്മീനിലും അരനാഴിക നേരത്തിലുമൊക്കെ കുഞ്ഞനച്ചനെയൊക്കെ മേക്കപ്പ് ചെയ്ത KV ഭാസ്കരൻ ചേട്ടൻ മുതൽ കരുമം ബിനു വരെയുള്ള ചമയക്കാരുമായും ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ചിത്രസംയോജന രംഗത്താണെങ്കിൽ K ശങ്കുണ്ണിയേട്ടൻ മുതൽ G മുരളിയേട്ടൻ വരെ കുറേ പേരോടൊപ്പം എനിക്ക് സഹകരിക്കാനായി. ഷൺമുഖണ്ണ എന്നെല്ലാവരും വിളിക്കുന്ന KR ഷൺമുഖം മുതൽ മഹേഷ് കവടിയാർ വരെയുള്ള പ്രൊഡക്ഷൻ അവരുമായിട്ടും എനിക്ക് സഹകരിക്കാനായി. JC സാർ മുതൽ കാവടിയാട്ടം ചെയ്ത അനിയൻ വരെയുള്ള സംവിധായകരുമായി പ്രവർത്തിച്ചതും എനിക്ക് സന്തോഷം പകർന്ന കാര്യമാണ്. KP ഉമ്മർ, ബഹദൂർ, ശങ്കരാടി, ജോസ് പ്രകാശ്, പറവൂർ ഭരതൻ തുടങ്ങി അടൂർ ഭവാനി, ഫിലോമിന, കവിയൂർ പൊന്നമ്മ, KPS ലളിത, സുകുമാരി ചേച്ചി തുടങ്ങി ബേബി അമ്പിളി വരെയുള്ള, അമ്പിളി ഇപ്പം 2 മക്കളെ അമ്മയൊക്കെ ആയി, ബേബി അമ്പിളി വരെയുള്ളവരുമായി എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. കഥയെഴുത്തിലും തിരക്കഥ എഴുത്തിലും സംവിധാനത്തിലും നിർമ്മാണത്തിലും അഭിനയത്തിലും വലിയ വിജയമായ എൻ്റെ പ്രിയപ്പെട്ട ലാൽ എന്ന് പറഞ്ഞ മനുഷ്യനെ സ്റ്റാർട്ട് പറയാനും കട്ട് പറയാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാനത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ മനുഷ്യനല്ലേ ലാൽ, സിദ്ദിഖ് ലാൽ. അദ്ദേഹത്തോട് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ആക്ഷൻ പറയാനും എനിക്ക് ആവശ്യമുള്ളത് കഴിയുമ്പോൾ കട്ട് പറയാനും എനിക്ക് ലഭിച്ച ഭാഗ്യം, പടം ഓടിയില്ല, പക്ഷേ ഞാനതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് സിനിമ എന്ന മായിക ലോകത്ത് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ശുപാർശക്കാരോ ഗോഡ് ഫാദർമാരോ ഇല്ലാത്തവനായിട്ടും ഇത്രയൊക്കെ എങ്കിലും ഞാനായി എങ്കിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അത് മറ്റുള്ള വായ്നോക്കികൾ എന്നെ പറയുന്നത് ഞാൻ കാര്യമാക്കാറില്ല. പ്രേം നസീർ, ജയൻ, ഷീല, ജയഭാരതി, അടൂർഭാസി എന്നിവരോടൊപ്പം ഒരു സിനിമയിൽ, ഒരേ ഒരു സിനിമയിലെങ്കിലും സഹകരിക്കാൻ കഴിയാത്ത ദൗർഭാഗ്യവനാണ് ഞാൻ. ഈ പറഞ്ഞ ആൺ താരങ്ങളോടൊപ്പം പ്രായത്തിൻ്റെ കാരണത്താൽ സഹകരിക്കാനാകാതെ പോയി എന്ന് വേണമെങ്കിൽ എനിക്ക് സമാധാനിക്കാം. ഇപ്പോൾ ജയേട്ടൻ മരിച്ച പ്രായം എന്ന് പറയുമ്പോൾ എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ പോട്ടെ എന്ന് വയ്ക്കാം. നസീർ സാറിൻ്റെയും പോട്ടെ എന്ന് വയ്ക്കാം, അടൂർ ഭാസി സാറിൻ്റെയും പോട്ടെ എന്ന് വയ്ക്കാം.
പക്ഷേ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഷീലാമ്മയോടൊപ്പമോ ജയഭാരതി ചേച്ചിയോടൊപ്പമോ സഹകരിക്കാവുന്ന സമയത്ത് ഞാൻ സിനിമയിലുണ്ടായിരുന്നല്ലോ. പക്ഷേ ഒരു പടത്തിലും അവരോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു സിനിമയിലെങ്കിലും മലയാളിയുടെ പ്രിയപ്പെട്ട അഭിനേത്രി ശാരദാമ്മയോടൊപ്പം എനിക്ക് സഹകരിക്കാനായി. അക്കാരണത്താൽ കൊണ്ട് തന്നെ എന്നെ എത്ര ശകാരിച്ചാലും എന്നെ എത്ര അസഭ്യം പറഞ്ഞാലും ശ്രീകുമാരൻ തമ്പി സാറിനോട് അദ്ദേഹം എത്ര ബോറായി പെരുമാറിയിട്ടുണ്ട് എങ്കിലും എനിക്ക് സ്നേഹമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, യുവജനോത്സവം എന്ന മോഹൻലാൽ സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന കാലം. ഞാൻ അപ്പോഴാണ് തമ്പി സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മാളിക പണിയുന്നവർ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങളുടെ നാട്ടിലാണ് ചിത്രീകരിച്ചത്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സുകുമാരനെയൊക്കെ വെച്ച്. ആ ഷൂട്ട് നടക്കുന്നിടത്ത് 3 ദിവസം ഞാൻ പോയി നിന്നിട്ടുണ്ട്, സ്കൂളിൽ പോകാതെ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. എന്താണ് നടക്കണമെന്നറിയില്ല, എന്നാലും ഈ ഷൂട്ടിംഗ് കണ്ടു നിന്നിട്ടുണ്ട് കാഴ്ചക്കാരനായി. ഈ സംവിധായകനാണ് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ മാലേ എന്ന് വിളിക്കുന്ന ചന്ദ്രകല മാനത്ത് എന്നുള്ള പാട്ടടക്കം ഒരുപാട് ചെയ്തല്ലോ. നമ്മൾ എണ്ണി പറയുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെ നിരവധി പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ് ഈ ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ ഞാൻ അതിശയത്തോടെ നോക്കി നിന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. തിരുവനന്തപുരത്ത് ആര്യശാലയിൽ ഒരു പഴയ ഓടിട്ട കെട്ടിടത്തിലായിരുന്നു അക്കാലത്ത് തമ്പി സാറിൻ്റെ വിതരണ കമ്പനിയുടെ ഓഫീസ്. ഞാൻ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ആര്യശാല വഴി പോകുമ്പോൾ സ്കൂട്ടറിൽ ആക്റ്റീവിലാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ പതുക്കെ സ്ലോ ചെയ്തിട്ട് മുറ്റത്തൊരു വലിയ മാവ് നിൽപ്പുണ്ട്. ആ മാവൊന്നും മുറിച്ചിട്ടില്ല, കെട്ടിടവും പഴയതുപോലെ മങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, സിന്ധു, ഇതാണ് ശ്രീകുമാരൻ തമ്പി സാർ യുവജനോത്സവമൊക്കെ വിതരണം ചെയ്യുന്ന ഓഫീസ്. ഇവിടെ വന്നാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ടത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത വീട്. യുവജനോത്സവം സൗപർണിക മൂവി ആർട്സിൻ്റെ ബാനറിലാണ് തമ്പി സാറ് വിതരണവും നിർമ്മാണവും സംവിധാനവും നടത്തിയത്. തിരക്കഥയും ഗാനങ്ങളും എല്ലാം ഒരു ഒൺമാൻ ഷോ ആയിരുന്നല്ലോ. യുവജനോത്സവം കണ്ട് ത്രില്ലടിച്ച് ഞാനൊരു കത്തയച്ചു ചെന്നൈയിലെ വീട്ടിലേക്ക്. എനിക്ക് അങ്ങയുടെ കൂടെ സംവിധാന സഹായിയായി നിന്ന് സംവിധാനം പഠിക്കണം എന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. ഉടനെ തന്നെ എനിക്ക് മറുപടി വന്നു. തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ ഈ വരുന്ന വെള്ളിയാഴ്ച എന്നെ നേരിൽ വന്ന് കാണൂ, ഞാനവിടെ ഉണ്ടാവും എന്നായിരുന്നു മറുപടി. പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നു. അവിടെ സ്റ്റാഫിനോട് കാര്യം പറഞ്ഞു. സാറിന് ഫ്ലൈറ്റ് മിസ്സായി, താമസിച്ചു പോയി, നാളെ വരും. അങ്ങനെയാണ് ആ സ്റ്റാഫിനോട് മറുപടി പറഞ്ഞത്. നിരാശനായി അവിടുന്ന് മടങ്ങി. പിറ്റേന്നും ചെന്നു. അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്നലെ കണ്ട ആളോട് തന്നെ ഞാൻ തിരക്കി, സാർ വന്നോ എന്ന് ചോദിച്ചു. വന്നു, എൻ്റെ പേര് ദിനേശ്, സാറ് വരാൻ പറഞ്ഞിട്ട് വന്നതാണ്. അയാളകത്തേക്ക് പോയി. മടങ്ങി വന്ന് എന്നെ കൂട്ടി കൊണ്ടുപോയി. മെലിഞ്ഞുണങ്ങിയ എന്നെ അടിമുടി ഒന്ന് നോക്കി ആദ്യം സാറ്, എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. കുശലങ്ങൾ ചോദിച്ചു. നിങ്ങളൊരു പത്രക്കാരനല്ലേ? ഞാൻ അതെ. ഞങ്ങളെയൊക്കെ വരച്ച വയലിൽ നിർത്തുന്ന ജോലികൾ ചെയ്യുന്നത് ഈ പത്രക്കാരല്ലേ? അതിനിടയിൽ എന്തിനാ സിനിമയിലേക്ക് പോകുന്നത് എന്നായി ചോദ്യം. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. സാറേ, സംവിധാനം പഠിക്കാൻ ഒരുപാട് പേരെ കണ്ടു, ആരും കൊണ്ടുപോകാത്തതുകൊണ്ടാണ് ഒരു ബൈപ്പാസായിട്ട് പത്രപ്രവർത്തനായെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യുവജനോത്സവം വലിയ ഹിറ്റാണ്, പക്ഷേ എനിക്ക് ഉടനെ സിനിമയില്ല. അടുത്ത പടം എനിക്കാവുമ്പോൾ എന്നെ ബന്ധപ്പെടും, കൊണ്ടുപോകാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ആ പടത്തിൽ സഹകരിപ്പിക്കാം എന്നല്ല പറയണേ, എന്നെ അപ്പോഴൊന്ന് കാണൂ, നോക്കട്ടെ. തൊഴുകയോടെ ഞാൻ പുറത്തിറങ്ങി. അകത്ത് കൊണ്ടാക്കിയ ആൾ പുറത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഒപ്പിച്ചോ? ഞാൻ പറഞ്ഞില്ല, നടക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒപ്പിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നടക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതെങ്ങനെ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ നോക്കി. ഒരു കുസൃതി ചിരിയോടെ കക്ഷി പറഞ്ഞു, നിങ്ങൾ കയറി ചെന്നപ്പോഴേ സാർ എന്താണ് പറഞ്ഞത്? ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, സാർ നിങ്ങളെ കൊണ്ടുപോകില്ല. ആരെങ്കിലും സാറിൻ്റെ മുന്നിൽ ഇരിക്കുമോ? അതെനിക്കൊരു പുതിയ ചോദ്യമായിരുന്നു.
ഇരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഇരുന്നത്. അങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഞാൻ അപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം ആലോചിക്കണം, അങ്ങനെയും ഉണ്ടോ എന്ന്. എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ഞാനിരുന്നു. കൊണ്ടുപോയില്ലെങ്കിൽ ചാകാൻ പറ്റുമോ ചേട്ടാ